തകർന്നു പോകത്തില്ല. ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്നവൻ 2000 വർഷം മുമ്പ് ഉയർത്തിയ അതേ യേശു. 2023 is Psalms 23. Whatever was destroying, whatever was tormenting, he will lead you to stillness. എന്തെല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരുന്നോ അവിടെ നിന്ന് വഴി നടക്കും. He is going to lead you. അവൻ നിന്നെ നടത്തും. Welcome Jesus to lead me. നല്ലവനാം വല്ലഭനാ കാത്തനവൻ വല്ലഭനാ വെളിപ്പെടുമേ ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ എല്ലാരുമേകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരുമേകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മലയാള ഭാഷയിലുള്ള 1-2 പഴഞ്ചൊല്ലാണ് ഒരുമയുണ്ടേൽ ഒലക്കപ്പുറത്തും കിടക്കാം. കഴിഞ്ഞ വ്യാഴാഴ്ച ആ ടൈറ്റിൽ ഇച്ചിരി ഒന്ന് മാറ്റിയായിരുന്നു. ഒരുമയുണ്ടേൽ ഉലകത്തിൻ്റെ പുറവും കടക്കാം. സുവിശേഷവുമായി. വേറൊന്നാണ് ഐകമത്യം മഹാബലം. ലോകത്തിലുള്ളവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ചില പാർട്ടികൾ ഐക്യം ഐക്യം സിന്ദാബ എന്നൊക്കെ പറയും. അണിചേരുക, പടചേരുക, ഒന്നിക്കുക, അല്ലേ? എപ്പോഴും ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അവരുടെ ഒരു തന്ത്രമായിരുന്നു പറഞ്ഞത്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. എവിടെ നമ്മുടെ നാട്ടുരാജാക്കന്മാരെയും ഇവിടെയുള്ളവരെയും ജാതി മതവർഗ വർണ്ണത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക, ഭരിക്കുക. എന്നാൽ എപ്പോഴും ഐകമത്യത്തിലാണ്. ഒരു വീട്ടിൽ, ഞാൻ വ്യാഴാഴ്ച ഓർപ്പിച്ചു, ഭർത്താവിൻ്റെയും ഭാര്യയുടെ മധ്യത്തിൽ, ഒരു വീട്ടിലെ അപ്പനും അമ്മയും മക്കളും, അതുപോലെ സഭയും ഒരു വീടാണ്. സഭയെന്ന് പറഞ്ഞാൽ ലോക്കൽ ചർച്ച് ഒരു വീടാണ്. ഒരു ഹെവൻലി ഫീസ്റ്റ് എന്ന് പറഞ്ഞൊരു കുടുംബമാണ്, നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ തന്നെ ഹെവൻലി ഫീസ്റ്റ് മാത്രമല്ല, ഏത് പിതാവിൻ്റെ ബീജത്തിൽ നിന്നാണോ ലോകത്തിൽ നിന്നുള്ള എല്ലാ ദൈവമക്കളും ഉണ്ടായത്. ഹെവൻലി ഫീസ്റ്റുകാർക്ക് വേണ്ടി പ്രത്യേകമായ വചനത്തിൻ്റെ ബീജം വന്നില്ലല്ലോ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിച്ച എല്ലാവരും സഹ ഉദരന്മാരാണ്, ഒരേ വൂമ്പിന്ന്. കർത്താവായ യേശുക്രിസ്തു ടൂമ്പിന്ന് പുറത്തു വന്നു. പുനരുത്ഥാനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ദ ടൂംബ് നിന്ന് നമ്മൾ പുറത്തു വന്നു. യേശുക്രിസ്തു ആകുന്ന അമ്മയുടെ വൂമ്പിൽ നിന്ന് ആ സൈഡ് കുത്തി തുളച്ചപ്പോൾ ആ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളും, വെറുതെ ആർക്കും വിശ്വസിക്കാനൊക്കത്തില്ല. ആളെ ഏത് സഭക്കാരനാ മതക്കാരനാ
ഏത് ജാതിയ, വർഗമ, വർണ്ണമ ഒന്നും നോക്കണ്ട. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചതാണെന്നും ആ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ സകല മനുഷ്യരുടെയും പാപം വഹിച്ചെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും വീണ്ടും വരുമെന്നും, ഇത്രയേ ഉള്ളൂ ക്രിസ്തുവിലുള്ള വിശ്വാസം. എല്ലാ ക്രൈസ്തവ സഭകളും തത്വത്തിൽ അതാണ് അംഗീകരിക്കുകയും ചെയ്യുന്നത്. നിഖ്യ വിശ്വാസ പ്രമാണവും അത് തന്നെയാണ് പറയുന്നത്. അത് 3ഉം സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളാണ്. കന്യകാജനനം അതൊരിക്കലും ബയോളജിക്കലി പ്രൂവ് ചെയ്യാനൊക്കത്തില്ല. ഒരു പുരുഷ സമ്പർക്കം കൂടാതെ, ബീജമില്ലാതെ, പുരുഷ ബീജം അമ്മയുടെ അണ്ടവുമായിട്ട് കലരാതെ എങ്ങനെ കുഞ്ഞുണ്ടാവും എന്ന് വിശ്വസിക്കണമെങ്കിൽ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാനൊക്കത്തില്ല. കാരണം ബുദ്ധിക്ക് പരിമിതിയുള്ളതുകൊണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. മനുഷ്യൻ്റെ അകത്ത് പരിമിതിയില്ലാത്തൊരു ഭാഗം തന്നിട്ടുണ്ട്, ഹൃദയം, ആത്മാവ് എന്നൊക്കെ പറയാം. പക്ഷെ ആ ഭാഗം അടഞ്ഞു കിടക്കുക മനുഷ്യൻ്റെ. പാപം ചെയ്തപ്പോൾ മനുഷ്യന് പറ്റിപ്പോയത് ആ ഭാഗം, ഈ നാച്ചുറലിനപ്പുറത്ത് കയറി കാണാൻ പറ്റുന്ന ഒരു ഭാഗം മനുഷ്യനുണ്ടായിരുന്നു, സ്പിരിറ്റ്. ആ ഭാഗം ബന്ധിക്കപ്പെട്ടു പോയി. ഇന്നും പിശാച് ആ ഭാഗത്തെ കുരുടാക്കാനാണ് നോക്കുന്നത്. അപ്പം സുവിശേഷം കേൾക്കുമ്പോൾ ആ ഹൃദയം തുറക്കും. യേശു ക്രിസ്തു മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ ഒത്തിരി പേര് പുഴവക്കത്തിരുന്ന് ശ്രദ്ധിച്ചെങ്കിലും രക്താംബരം വിൽക്കുന്ന ഒരു ലുദിയായ്ക്ക് ഹൃദയം തുറന്നു, കർത്താവ് തുറന്നെന്ന്. അവിടെയൊക്കെ ചോദ്യചിഹ്നങ്ങൾ നമുക്കൊത്തിരി വന്നേക്കാം. കർത്താവ് തുറന്നാണ് പിള്ളേരുടെ അങ്ങ് തുറന്നാൽ പോരെ. ഇതെല്ലാം ഇപ്പം ചോദിക്കാനും മാത്രം കുശവനോട് കളിമണ്ണിന് എന്നാ ഇങ്ങനെ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല എന്ന് റോമർ 9 പറയുന്ന പോലെ നമുക്ക് ചോദിക്കാം. സ്വർഗത്തിൽ ചെല്ലുമ്പം ചോദിക്കാം. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പം ചോദിക്കേണ്ടി വരത്തില്ല. കാരണം 1 കൊരിന്ത്യർ 13 പറയുന്നുണ്ട്, ഇപ്പോൾ നാം അംശമായിട്ടേ അറിയുന്നുള്ളൂ. അന്ന് നമ്മൾ കർത്താവിനെ മുഖാമുഖമായി കാണുമ്പോൾ അന്ന് പൂർണ്ണമായ അറിവ് നമുക്ക് കിട്ടും. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാ വായും അടയും, ഒന്നും പിന്നെ ചോദിക്കാൻ കാണത്തില്ല. അതുകൊണ്ട് ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ, ദൈവത്തോടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ കന്യകാജനനം മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റത് 2ാമത്തെ സൂപ്പർ നാച്ചുറൽ അത്ഭുത അല്ലേ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേക്കും. ചിലരൊക്കെ മോർച്ചറി കിടന്നൊക്കെ എഴുന്നേറ്റ് വന്ന് അവരൊക്കെ പിന്നെയും മരിച്ചു. ലാസറും ഉയർത്തെഴുന്നേറ്റ് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യ സാദൃശ്യത്തിലുള്ള ശരീരം, മനുഷ്യ ശരീരം പോലെ തന്നെ അസൽ ദ മാൻ, ഒറിജിനൽ മനുഷ്യൻ അതായിരുന്നു. ആ ശരീരം അല്പം പോലും ഇവിടെ ദ്രവിക്കാതെ ഉയർത്തെഴുന്നേറ്റു. ഇനി കർത്താവ് വരുമ്പോൾ ആ കർത്താവിൻ്റെ ശരീരം എങ്ങനെ രൂപാന്തരപ്പെട്ടോ അതുപോലെ മരിച്ച വിശുദ്ധന്മാരുടെ മണ്ണിൽ മറഞ്ഞ ശരീരങ്ങൾ ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം, കാരണം അത് എഴുതിയവരും അവർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് വരുമെന്ന്. നമ്മൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തോമസ് കുട്ടി പറഞ്ഞാൽ കാണുകയില്ല. ഈ ഷർട്ട് മാത്രം ടപ്പവും താഴോട്ട് പോകും. ഈ ശരീരം രൂപാന്തരപ്പെടും. ഇതൊക്കെ എന്താ പറയുന്നത്? സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഈ കൊച്ചുപിള്ളാരുടെയൊക്കെ ബാലരമ ഒക്കെ പോലെയുള്ളതിനകത്ത് ഈ ഡിങ് ഢാങ് കഥ പോലെയൊക്കെ തോന്നും. പക്ഷേ അതാണ് സത്യം. ഈ സത്യം ജനഹൃദയങ്ങളിൽ ചെല്ലണം. ഈ സുവിശേഷം, യേശു ക്രിസ്തു മാനവജാതിയുടെ പാപപരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരും. ഈ യേശുവിനെ വിശ്വാസം കർത്താവ് തരികയാണ്. ഇത് വിശ്വസിക്കുന്ന മക്കൾ മോക്ഷം പ്രാപിക്കും, രക്ഷിക്കപ്പെടും. എന്തൊരു ശ്രേഷ്ഠമായ സുവിശേഷം അല്ലേ? ഹല്ലേലൂയ. അവര് സ്പിരിച്വലാവും. അവർ ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും അവർ ദൗത്യത്തിന് വേണ്ടി ഇവിടെ ജീവിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിച്ച് എല്ലാവരും ഒരേ അപ്പൻ്റെ ബീജത്തിൽ നിന്ന് പിറന്ന മക്കളാണ്. ഞാനീ പറഞ്ഞു, സഹ ഉദരന്മാരാ, ബ്രദറാണ്, സഹോദരങ്ങളാണ്. അപ്പോൾ തന്നെ ആ രക്ഷ കിട്ടിയിട്ടില്ലാത്തവരും നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷേ ഈ സത്യം തിരിച്ചറിഞ്ഞ് ആ വീണ്ടും തന്നെ അനുഭവം കിട്ടിയവർ വന്നിട്ടില്ല. എല്ലാവരും കർത്താവിനെ അറിയണം. 800 കോടി പേരും ഈ യേശുവിനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ 800 കോടി പേരും ഈ സുവിശേഷം കേൾക്കണം എന്ന ദൈവഹിതമാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജനതകൾക്കും സാക്ഷ്യമായി ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും യേശു പറഞ്ഞു. അപ്പോൾ അവസാനം വരും. ഈ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ആരെല്ലാം ശ്രമിച്ചു. എത്രയോ റോമൻ ഭരണാധികാരികളാണല്ലോ ഏറ്റവും സുവിശേഷകരെ പീഡിപ്പിച്ച് സിംഹത്തിനിട്ട് കൊടുക്കുക, തീ കത്തിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ആ റോമൻ സാമ്രാജ്യം തകർന്നല്ല, സുവിശേഷം തകർന്നില്ല. ഒരു കാലത്ത് ചില റുമേനിയ പോലുള്ള ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഭയങ്കരമായുള്ള പീഡനം ഉണ്ടായി. റിച്ചാർഡ് ഉംബ്രാണ്ട് എന്ന യുവദാസനെയൊക്കെ റുമേനിയയിലെ തടവറയിൽ സുവിശേഷം പ്രസംഗിച്ചു വന്ന ഒറ്റ കാരണത്താൽ ഇത്ര വർഷങ്ങളോളം കിട്ടും. ആ USSR ഇല്ല, പക്ഷേ സുവിശേഷ ആ രാജ്യങ്ങളിലെല്ലാം കത്തിപ്പടരുകയാണ്. ഞാൻ കേട്ടിരിക്കുന്ന ഇറാനിൽ ഭയങ്കരമായിട്ട് സുവിശേഷത്തിൻ്റെ കത്തലുണ്ടാകുകയാണ്. നമുക്കറിയാം സൗത്ത് കൊറിയ, അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ആഫ്രിക്കയിലും ഒക്കെ ഇന്നയോളം കേട്ടിട്ടില്ലാത്ത നിലയിൽ സുവിശേഷം കത്തിപ്പടരുക. ചിലരൊക്കെ അറിയാതെ പൗലൂസ് സുവിശേഷത്തെ പീഡിപ്പിച്ചത്, സഭയെ പീഡിപ്പിച്ചത്, ഞാൻ ഈ തീവ്രവാദികൾ എന്നൊക്കെ പറയുന്നവരെ, മത തീവ്രവാദികളെ, വാസ്തവത്തിൽ അവരറിഞ്ഞ കാര്യത്തിൽ അവർ തീവ്രരല്ലേ? ഒരർത്ഥത്തിൽ അവരല്ലേ വിശ്വസിച്ചതിൽ ആത്മാർത്ഥതയുള്ളവർ. പക്ഷെ സത്യം അവരറിഞ്ഞില്ല. പൗലൂസ് ഓർത്തു സഭയെ, ഈ യഹൂദ മതവിശ്വാസം വിട്ടുപോയവരെ കൊല്ലുന്നതാണ് ആത്മീയതയെന്ന്. അപ്പോൾ കൊല്ലുന്നത് ആത്മീയതയാണ് എന്ന് കരുതുന്നവരുണ്ട്. ആ പുള്ളി ഓർത്ത് ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് കൊല്ലുന്നതെന്ന്. പലരും അങ്ങനെ ദൈവത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത്. മതതീവ്രവാദം വളർന്ന പിന്നെ കൊല്ലിച്ച മറ്റു മതങ്ങളുള്ളവരെല്ലാം കൊല്ലുക. എന്നാൽ ക്രിസ്തു വിശ്വാസത്തിൽ ഒരാൾ തീവ്രനായാൽ കൊല്ലുകയില്ല, സ്നേഹിക്കാൻ തുടങ്ങും. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെയും കൂടെ അങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നും. അതുകൊണ്ട് എല്ലാവരും ക്രിസ്തു തീവ്രവാദികളാകണം. ക്രിസ്തു തീവ്രവാദി മാർഗമാണ് കാണിച്ച്, സ്നേഹത്തിൻ്റെ മാർഗം. ഞാൻ ഇന്നാൾ ഓർപ്പിച്ച പോലെ മഹാത്മജിയൊക്കെ ആ മാർഗം വെടിവെക്കാതെ ക്ഷമിച്ചുകൊണ്ട് ഒരു രാജ്യം കെട്ടുപണി ചെയ്യാം എന്ന് തിരിച്ചറിഞ്ഞു. നിങ്ങൾ mkgandhi.org എന്ന സൈറ്റിൽ കയറിയാൽ മതി. അവിടെ അദ്ദേഹം അതിനെക്കുറിച്ച് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആ ശ്രേഷ്ഠനായ വ്യക്തി ഗാന്ധിജി ക്രിസ്തുവിൻ്റെ ആ മാർഗം സ്വീകരിച്ചത് എങ്ങനെയാണെന്നുണ്ട്. സമാധാനത്തിൻ്റെ മാർഗം, വിട്ടുകൊടുക്കലിൻ്റെ മാർഗം, ക്ഷമിക്കുന്ന മാർഗം, സ്നേഹിക്കുന്ന മാർഗം, അതാണ് ദൈവരാജ്യം. ആ മാർഗം ലോകം നിറയട്ടെ. ഈ മാർഗത്തെ ആർക്കും തട്ടിത്തകർക്കാനൊക്കത്തില്ല. അപ്പം ഈ തീവ്രവാദികളെന്നൊക്കെ പറയുന്ന ഒരു വാസ്തവത്തിൽ അവരെ പഠിപ്പിച്ചത് അവർ ചെയ്യുകയാണ്. എന്നാൽ ക്രിസ്തു തീവ്രവാദികളാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിലേക്ക് മടങ്ങി വരാം. ഒരു ഇൻട്രഡക്ഷൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. ഈ നാളുകളിൽ എല്ലാ ദൈവ മക്കളും, സഭ ഏതാകട്ടെ, ചിലത് സഭയെ പോകാൻ പറ്റാത്തവർ കാണും. അണ്ടർഗ്രൗണ്ട് ചർച്ചസൊക്കെ ചൈന പോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വീണ്ടും ഞാൻ അനുഭവം പ്രാപിച്ചു. ഇപ്പം ഉദ്ദേശിച്ച് നോർത്ത് കൊറിയയിലൊക്കെ ഒട്ടും മതപരമായ ഒരു കാര്യവും പറ്റാത്തൊരു സ്ഥലം. പക്ഷെ അവിടെയും ഹൃദയത്തിനകത്ത് ക്രിസ്തുവിൻ്റെ വിശ്വാസം വന്ന് വീണവർ അവരാരും കാണാതെ കർത്താവിനെ വിളിക്കില്ലേ? അങ്ങനെ യേശു ജീവനോടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മുഴുവൻ പേരും ചേരുന്നതാണ് ദൈവസഭ. അതിൻ്റെ ഓരോ എക്സ്പ്രഷനാണ് ഓരോ സഭകളും.
സഭാവിഭാഗങ്ങളും. അപ്പം അവരെല്ലാം കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ലോകത്തുള്ള ബാക്കി മുഴുവൻ പേരും നമ്മുടെ സ്വന്തം സഹോദരങ്ങളല്ലേ, ഒരേ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വന്നവരല്ലേ. പലതിൻ്റെയും പേരിൽ മതജാതി വർഗ വർണ്ണങ്ങളായിട്ടൊക്കെ മാറിയെന്നല്ല ഉള്ളൂ. എല്ലാവരും യേശുവിനെ അറിയണം. ആ ബാക്കി എല്ലാവരും യേശുവിനെ അറിയണമെങ്കിൽ 800 കോടിയിൽ ഈ ക്രിസ്തു മരിച്ച് അയറക്കപ്പെട്ട് ഉയർത്തുന്നതിന് ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ എത്ര പേര് കാണും? ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു. പള്ളിയിൽ പോയി, പള്ളി വളരെ പോക്കുറവായിരുന്നു ഞങ്ങളുടെ വീട്ടുകാർ. ഇങ്ങനെ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, നീ ഉയർത്തുന്നേറ്റവനാകുന്നു, ഇതൊക്കെ ഇങ്ങനെ ഒരു ചൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് തിരിച്ചറിഞ്ഞത് പ്രതിസന്ധിയെല്ലാം തകർന്ന് വീടെല്ലാം ശാപമായ എൻ്റെ ജീവിതം നശിച്ച് എന്നോട് തങ്കപ്പച്ച എന്ന് പറഞ്ഞ ദേവദാസൻ വന്ന് സുവിശേഷം പറഞ്ഞപ്പോഴാണ്. പറഞ്ഞ അന്ന് രാത്രിയില്ല. ആ തങ്കപ്പച്ചായൻ്റെ മകൻ പാസ്റ്റർ മാത്യു വർഗീസ്, സണ്ണി പാസ്റ്റർ, ഞങ്ങൾ എൻ്റെ തൊട്ട അപ്പുറത്തെ വീട്ടിൽ, ഞാൻ അവിടെ വരെ നടന്നു പോയിട്ടാണ് ഇപ്പം വരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ കാലുകുത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീടിന്നില്ല, ഞാനിന്നില്ല. അങ്ങനെ അദ്ദേഹമാണ് യേശുവിനെ ജീവിക്കുന്ന കർത്താവായി എനിക്ക് മനസ്സിലാക്കും. മറ്റൊരു മതപരമായൊരു വിശ്വാസം. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ ജെഫിൻ്റെ വിവാഹം എൻ്റെ തൊട്ടിപ്പുറത്തെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ആ വിവാഹത്തിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ മക്കളും എന്നെ കർത്താവിലേക്ക് നടത്തിയ ആ പ്രിയ ദൈവദാസൻ്റെ മക്കളെല്ലാവരും, കൊച്ചുമക്കളും എല്ലാവരും, പിതാവ് കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ ബ്ലെസ്സിങ് അവിടെ ഉണ്ടല്ലോ. കർത്താവ് നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു, ആ വിവാഹത്തിന് വേണ്ടി. താങ്ക് യു ജീസസ്. ജെഫിന് വരുന്ന ആ മോളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മറ്റ് സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു. അടിയനെ കർത്താവിലേക്ക് നടത്തുവാൻ ഉപയോഗിച്ചില്ല കർത്താവെ. ബ്ലസ് ചെയ്യുന്നു ഇൻ ജീസസ് നെയിം, ആമേൻ. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം തന്നെ സുവിശേഷത്തിന് സാക്ഷികളാണ്. അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. നിങ്ങളെ കർത്താവിൽ വഴി നടത്തിയവരെ, അവരെ ദൈവം നടത്തിയ വഴികൾ നിങ്ങൾ ഓർക്കണം. അവരുടെ ജീവാവസാനം ഓർത്തവരുടെ വിശ്വാസം അനുകരിക്കണം. നടത്തിയവരെയും നടത്തുന്നവരെയും, ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞാലും, ഇബ്രായ ലേഖനം 13, ഇബ്രായ ലേഖനം പഠിച്ചപ്പോൾ 13 നടത്തിയവരെയും നടത്തുന്നവരെയും, ഈ 2 കൂട്ടരെ മറക്കരുത്. ഇന്നലെ ഒരു ദൈവദാസൻ ഏതോ ഒരു ചർച്ചിൽ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2-3 ആഴ്ചയായിട്ട് ഇവിടെ വരുന്നത്, ഹെവൻലി ഫീസ്റ്റിലാണ്, തുടർന്ന് ഇവിടെ ഇങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേ ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിച്ചാണ്. ഞാൻ ചോദിച്ചു, ദൈവദാസനെ, ഒരു കുഴപ്പമില്ല, ഇവിടെ വന്ന് ആരാധിക്കുന്നതിൽ സന്തോഷമുള്ളൂ, പക്ഷേ നിങ്ങളായിരുന്ന ഒരു സംഘടനയിൽ അവിടെ കർത്താവിൻ്റെ ദാസനെ കർത്താവിലേക്ക് നടത്തിയവർ കാണും, കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലാക്കിയവർ കാണും. അവരായിട്ട് ആത്മീയ ഐക്യത്തിൽ പോയാലേ ഒരു അനുഗ്രഹമുള്ളൂ. ഓക്കെ, ഇനി അവിടെ മുമ്പോട്ട് അവിടെ അങ്ങനെ സംഘടന ഇല്ല, അല്ലെ പ്രവർത്തനം ഇല്ല, ഇനി മുമ്പോട്ട് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു, അങ്ങനെയാണെങ്കിൽ പോലും ആ ദൈവദാസന്മാരുടെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കണം. നമ്മൾ ആർക്കും ഇടർച്ചയാകരുത്. എല്ലാവരും ഓർത്തോണം, നമ്മളെ കർത്താവിൽ നടത്തിയവരെ വേദനിപ്പിക്കരുത്. നിങ്ങളെ കർത്താവിൽ നിങ്ങൾ ഒരു 5 പേര് മാത്രം കൂടുന്ന സഭയായിക്കോട്ടെ, അവിടുത്തെ പാസ്റ്റർ എന്ന് പറയുന്ന ആൾ സഭാ ശുശ്രൂഷ ചെയ്യുന്നു, ആ കൂട്ടത്തിൽ ഒരു സാധാരണ ഒരു ലോക്കൽ പണി ചെയ്യുന്ന ആളുമായിക്കോട്ടെ, ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ എനിക്കറിയാം ഒരു ദൈവദാസനെ, അദ്ദേഹം കല്ല് വെട്ടുന്ന ജോലിയും കൂടെ ചെയ്യും. പക്ഷെ സൺഡേയിൽ തൻ്റെ പാസ്റ്ററാണ്. കല്ല് വെട്ടി അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായി കല്ല് വെട്ടുക. മേസ്തിരിപ്പണി ചെയ്യുന്നവരെ എനിക്കറിയാം. പക്ഷേ അവരെല്ലാം കർത്താവിൻ്റെ ദാസന്മാരായി നമ്മൾ ബഹുമാനിക്കണം. ജീസസ് ഒരു വാക്കുപോലും കൊണ്ടവരെ വേദനിപ്പിക്കരുത്. കറക്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനെ, എൻ്റെ പിള്ളേരെന്നെ ഇടയ്ക്ക് പപ്പ ഇങ്ങനെ കാണിക്കാതെ, ആ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാതെ, അതങ്ങനെ ഇട്ടേ എന്നൊക്കെ വന്ന് പറയും. അവരെല്ലാം പിന്നെ ആരാ പറയുന്നത്? പക്ഷെ അതെന്നെ അഴുക്കാക്കാനല്ല, നല്ലതാക്കാൻ.
നമ്മളൊരാളെ വിമർശിക്കുന്ന അഴുക്കാക്കാനാണോ നല്ലതാക്കാനാണോ? അയാൾ യൂട്യൂബിലൊന്നും ഇട്ട് ആരെയും നല്ലതാക്കാനൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പിശാചാണ്. വലിയ ഉപദേശത്തിൻ്റെ ആളാണ്. സുവിശേഷ ലോകത്തിൻ്റെ കാവൽ മാലാഖമാരായിട്ടൊക്കെ യൂട്യൂബിൽ കയറി പാസ്റ്റർമാരെയും ദൈവദാസന്മാരെയും തിരുമേനിമാരെയും അച്ഛന്മാരെയും അവരിങ്ങനെ യേശുവിനെ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി, യേശുവിൻ്റെ മാർഗം അങ്ങനെ പരിപാവനമായി സൂക്ഷിക്കാൻ വേണ്ടി ഓരോ പാസ്റ്റർക്കും കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് കാത്തിരുന്ന് ക്രൈസ്തവ ലോകം സൂക്ഷിക്കണം. അവരവർ സൂക്ഷിച്ചാൽ മതി. എൻ്റെ അപ്പനൊരു കുറവുണ്ടെങ്കിൽ, എൻ്റെ അമ്മയ്ക്കൊരു കുറവുണ്ടെങ്കിൽ, എൻ്റെ സ്വന്തം സഹോദരങ്ങൾക്ക് രക്തബന്ധത്തിലുള്ള ചേട്ടനോ അനിയനോ ഒരു കുറവുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത്രയൊന്നും പറയാൻ തുടങ്ങിയതല്ല. ഇന്ന് പറയാൻ പോകുന്നത്, കുറച്ച് ഗലീലക്കാർ ഒരുമിച്ച് കൂടി യെരുശലേം പട്ടണം ഇളകി. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞത്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാം. അതിനെ അല്പം ഒന്ന് മാറ്റി, ഒരുമയുണ്ടെങ്കിൽ ഉലകത്തിൻ്റെ പുറവും കടക്കും. എന്ത്? സുവിശേഷവുമായി. വെറും ഗലീലക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ ജെറുസലേം പട്ടണം ഇളകി. വെറും സാധാരണക്കാരായ, മീൻപിടുത്തക്കാരായ, ഗലീലക്കാരായ, വെറും സാധാരണ കുഗ്രാമവാസികൾ ഒന്നിച്ചു കൂടിയപ്പോൾ അവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ്, ദൈവശക്തി, ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു. ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറയാനാണ് എൻ്റെ അകത്ത് വലിയ ഒരു പ്രേരണയുള്ളത്. ഐകമത്യം മഹാബലം. ലോക മനുഷ്യർ പറയുന്നൊരു കാര്യമാണ്. സംഘടിച്ച് ശക്തരാകുവീൻ. ഐക്യം സിന്ദാബാദ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സോ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഐക്യതയിലേക്ക് നമ്മൾ വന്നാൽ, ദൈവത്തിനെതിരായിട്ടുള്ള ഐക്യതയായിരുന്നു ബാബേൽ ഗോപുരം. അവിടെ ഭാഷ കലങ്ങിപ്പോയി. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന, മാനവജാതിയെ രക്ഷിക്കുന്ന, ഈ ലോകത്തിൽ അനുഗ്രഹം നിറഞ്ഞ കുടുംബങ്ങളും സമൂഹങ്ങളും വ്യക്തികളും ഉണ്ടാകുവാനും, ഈ ലോകത്തിനപ്പുറം നിത്യജീവൻ മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു മാർഗമാണ് സത്യമാർഗം. അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിന് വേണ്ടി ഐകമത്യപ്പെട്ടാൽ പ്രിയരെ, അവിടെ ദൈവം ഇറങ്ങി വരും. അതുകൊണ്ട് ഈ നാളുകളിൽ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, സഭകൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് നിൽക്കാതെ, ദൈവദാസന്മാർ, പാസ്റ്റേഴ്സ്, വിവിധ സഭകളിലെ ദൈവദാസന്മാർ, നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹെവൻലി ഫീസ്റ്റിലെ എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ ഉണർവ് എന്തുവാ? ഒരു ഫെലോഷിപ്പ് റിവൈവലാണ് ഹെവൻലി ഫീസ്റ്റിൽ ഉണ്ടായത്. തങ്കു ബ്രദറും ഞാനും ബെന്നി ബ്രദറും നമ്മുടെ മുമ്പിലുള്ള കുറേ ഫാമിലീസും അവർ പിരിയത്തില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ബർത്ത്ഡേക്ക് ഭയങ്കര സർപ്രൈസാണ് തങ്കു ബ്രദറും സഹോദരന്മാരെല്ലാം കൂടെ തന്നത്. നമ്മുടെ ഡയോസസ് പാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഇപ്പം ഈ ആ പേരൊക്കെ പറയാൻ തന്നെ എനിക്ക് ഇഷ്ടമില്ല. ഈ ചില സമയത്ത് സുനിൽ ബ്രദറെ, നവീൻ ബ്രദറെ എന്നൊക്കെ നമ്മൾ തോച്ചാൽ ഞങ്ങളെ ബ്രദറെ ഒന്ന് കൂട്ടി വിളിക്കാതെ, നവീനെ എന്ന് വിളി, സുനിലെ എന്ന് വിളി, രഞ്ജു എന്ന് വിളി. ഞാൻ രഞ്ജു ബ്രദറെ എന്ന് വിളിക്കാൻ എനിക്ക് വരത്തില്ല. ആ ബ്രദർ എന്നുള്ള വിളി കറക്റ്റാണ്, ഒരു കുഴപ്പമുണ്ടെന്നല്ല. അതുപോലെ കുടുംബമായി എന്നെ ഈ നാളുകളിൽ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്, ഒരു ഫാമിലി സെറ്റപ്പിലാണ് ഹോളി സ്പിരിറ്റ് ഇറങ്ങുന്നത്. ഐക്യതയിലാണ്, വീട് നിറച്ചെന്നാണ്. നമുക്ക് ചില വാക്യങ്ങളൊക്കെ വായിക്കാം, അതിനുമുമ്പൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ ചിറകടിയിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ലോകമെങ്ങും കർത്താവെ, ഫേസ്ബുക്കിലും യൂട്യൂബിലും HFTVയിലും ACV ഉത്സവ ചാനലിലും ഒത്തിരി ദൈവമക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വലിയൊരു മറക്കൾ ഇന്ന് കൂടുന്ന എല്ലാവരിലും ഉണ്ടാകട്ടെ. കർത്താവെ, ഐക്യത കൊണ്ടാണ് ഒരു വീട്, ഭാര്യാഭർത്തൃബന്ധം
ഒരു കൂട്ടായ്മ. ദൈവജനം മുഴുവൻ സഹോദരങ്ങളാണല്ലോ. കർത്താവിൻ്റെ ബീജമാകുന്ന വചനത്തിൽ നിന്ന് ജനിച്ച് അത് ഏത് സഭയായാലും ഞങ്ങൾ സഹോദരങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോൾ ഈ സത്യം അറിയാത്ത ഞങ്ങളുടെ സഹോദരങ്ങളെ ലോകത്തുള്ള ബാക്കി മൊത്തം പേരും 800 കോടി ജനം അവരും കൂടെ ഈ സുവിശേഷം അറിയുവാനും നിത്യജീവൻ പ്രാപിക്കാനും സമാധാനം പ്രാപിക്കാനും ദൈവരാജ്യം ലോകത്ത് നിറയുവാനും രാജ്യത്തിൻ്റെ സുവിശേഷം കൊണ്ട് ലോകം ഫില്ലാകുവാനും കർത്താവിൻ്റെ കാഹള ധ്വനിക്കായിട്ട് ഞങ്ങൾ നിൽക്കാനും ഇടയാക്കണം. എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലാകാലങ്ങളിൽ പല ഉപദേശങ്ങൾ നിമിത്തം ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ എടുത്തു കാണിക്കാതെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മമാർഗങ്ങൾ ഇതിലേക്കൊക്കെ ഒത്തിരി പോയ സഭകൾ ആ ഉപദേശങ്ങളൊക്കെ മാറിയിട്ട് യേശുവിനെ പ്രസംഗിക്കാൻ ആ മാർട്ടിൻ ലൂഥറിലൂടെ അന്ന് സഭയിലുണ്ടായ നവീകരണം, കർത്താവെ, അദ്ദേഹം ആ മുട്ടയിൽ എഴയുമ്പോൾ ദൈവം മനസ്സലിഞ്ഞ് രക്ഷിക്കും എന്ന് ചിന്തിച്ച് നല്ല മനസ്സോടെ ആ മതകർമാചാരത്തിലേക്ക് പോയെങ്കിൽ റോമാലേഖനം വായിച്ചപ്പോൾ ഞങ്ങൾ മുട്ടയിൽ എഴയുന്നതുകൊണ്ടല്ല, യേശു കർത്താവ് ക്രൂശിൽ അടിയേറ്റ് മുട്ടയിലഴഞ്ഞ് മരിച്ചടക്കപ്പെട്ട് ഉയർത്ത ഒറ്റ കാര്യം കൊണ്ട് രക്ഷ കിട്ടത്തുള്ളൂ എന്ന് കർത്താവെ, ആ സത്യം കാലാകാലങ്ങളിൽ കർത്താവ് വീണ്ടും ഉറപ്പിച്ചല്ലോ. ബൈബിളിലെ ആദ്യ കാലത്ത് വെളിപ്പെട്ട അതേ സത്യം വീണ്ടും ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സുവിശേഷം ഞങ്ങളങ്ങോട്ട് ചൊല്ലി വിമർശിക്കാതെ ഈ സത്യത്തിന് വേണ്ടി എല്ലാ ദൈവദാസന്മാരും പാസ്റ്റേഴ്സും അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം നിൽക്കുവാനും ഈ ലോകം മുഴുവൻ യേശുവിൻ്റെ സുവിശേഷം കൊണ്ട് നിറയുവാനിടയാക്കണം. ചിലത്തെല്ലാം കർത്താവെ മത തീവ്രവാദം കയറിയിട്ട് ഈ സുവിശേഷത്തിൻ്റെ സത്യം ഗ്രഹിക്കാതെ ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും ജയിലിലിടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രത്തിലും ചിലയിടത്തെല്ലാം നടക്കുന്നുണ്ട്. അവർക്കറിയില്ല കർത്താവെ, അവരും ദൈവത്തിന് വേണ്ടിയാണെന്ന് കരുതി അവർ ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ആ പൗലൂസ് എന്ന മത തീവ്രവാദം കൊണ്ട് മറ്റു മതസ്ഥരെ കൊന്ന വ്യക്തി യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ ആരെ തകർക്കാൻ പോയി അവർക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത ഒരു വ്യക്തിയായി മാറി. അങ്ങനെ ഇന്ത്യ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. എല്ലാവരും യേശുവിനെ അറിയട്ടെ. ലോകരാജ്യങ്ങൾ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ഗൾഫ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ കൺട്രീസ്, അമേരിക്കൻ കൺട്രീസ്, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഏഷ്യ, എല്ലായിടത്തും ലോകം ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയട്ടെ. യേശു ഉയർത്ത് ജീവിക്കുന്നെന്ന് അറിയട്ടെ. ക്രൂശിലെ യാഗത്തിലൂടെ അല്ലാതെ ഒരു രക്ഷയും മാനവജാതിക്കെല്ലാം തിരിച്ചറിയട്ടെ. രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരെ തൊടണം, ഞങ്ങളുടെ ഭാരതത്തിൻ്റെ അധ്യക്ഷന്മാരെ തൊടണം. ഇതൊരു മതമല്ല, ക്രിസ്തു മതമല്ല. ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മാർഗം വീടുകളിൽ നിറയട്ടെ. അപ്പനും അമ്മയും ഒക്കെ ഒന്നാകട്ടെ. മദ്യപാനികൾ മദ്യപാനം വിടുവാനും ക്രിമിനലുകൾ ക്രിമിനൽ സ്വഭാവം മാറാനും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ രാജ്യസ്നേഹികളായി മാറാനും ഇന്ത്യയുടെ മുഴുവൻ പൗരന്മാരും ഇന്ത്യയെ സ്നേഹിക്കാൻ, അങ്ങനെയാണല്ലോ കർത്താവെ യേശു പഠിപ്പിച്ചത്, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുവാനിടയാക്കണം. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തല്ലോ. ആ വരവിൽ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന നിത്യ ആത്മീയ രാജ്യത്തിൽ എല്ലാവരും അംഗങ്ങളാകുമാർ. എല്ലാവരും സുവിശേഷം അറിയുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഇൻട്രഡക്ഷൻ എന്നൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിക്കുന്നത്. എല്ലാവരും ഈ യേശുവിനെ ഒന്ന് അറിയണം. അതിനുവേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുക സ്വരങ്ങളെ. ഈ കർത്താവിനെ ഒരാൾ അറിഞ്ഞാൽ അയാൾ കർത്താവിനെ അറിഞ്ഞോ ഇല്ലയോ എന്നറിയാൻ ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് മറ്റുള്ളവർ യേശുവിനെ അറിയണമെന്ന് വരും. ശമരിയക്കാരത്തി യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഒറ്റ ഓട്ടമൊക്കെ അവിടെ വെച്ചേച്ച് പട്ടണത്തിലെല്ലാം ചെന്ന് അയ്യോ ഞാൻ കണ്ടെത്തിയേ, മശിഹായെ കണ്ടെത്തിയേ. ഫിലിപ്പോസ് യേശുവിനെ അറിഞ്ഞപ്പോൾ തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് ഓടുകയാണ്. അന്ത്രയോസ് യേശുവിനെ അറിഞ്ഞപ്പോൾ തൻ്റെ ബ്രദറിൻ്റെ അടുത്തോട്ട് ഓടുകയാണ്. ഒരാൾ യേശുവിനെ അറിഞ്ഞാൽ അവരുടെ അകത്തൊരാഗ്രഹം വരും, എല്ലാവരും അറിയണം ഈ യേശുവേ, പാരിലെല്ലാവരും അറിയണം ഈ യേശുവേ, എല്ലാവരും അറിയണം
എല്ലാവരും അറിയണം, എല്ലാവരും അറിയണം ഈ യേശുവേ. അങ്ങനെ എല്ലാവരും അറിയണേ എന്ത് ചെയ്യണം? എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഐക്യതയിൽ കൂടിയാൽ സുവിശേഷം വേഗത്തിൽ വ്യാപരിക്കും. നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഞാൻ പിശാചിനെ പോരാടി ലോകത്ത് നിന്ന് ഓടിക്കും. അല്ലെ പിശാച് നമ്മളിൽ കയറിയാൽ നമ്മൾ തമ്മിൽ പോരാടും. നമ്മൾ തമ്മിൽ കോടതി കയറും. അതിനിടെയാകാതെ വലിയൊരു ഐക്യത, കോടതി കേസുകളൊക്കെ ഉള്ള സഭകൾ, അതിൻ്റെ ഇടയിലെല്ലാം വലിയ സമാധാനം ഉണ്ടായി യേശുവിൻ്റെ സ്നേഹം വരാൻ പ്രാർത്ഥിക്കണം. ഇന്ന് യൂട്യൂബിൽ ആദ്യം കയറിയത് കോട്ടയത്തുകാരൻ കൈയടിക്കുന്നു, രണ്ടാമത് അജിത കൃഷ്ണൻ, മൂന്നാമത് രേഷ്മ MS, തുടർന്ന് ആശ, രാജേഷ് അമ്പാടി, സിൽവി രാജൻ. നിങ്ങളുടെ ഉത്സാഹത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഫേസ്ബുക്കിൽ അനൂപ് വൈക്കം. ഞാനും ആദ്യം ഇത് ഒന്ന് തുടങ്ങിയിട്ട് വോയിസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് രണ്ടാമത് തുടങ്ങേണ്ടി വന്നു. അപ്പോഴും ശ്രദ്ധിച്ചു. ആദ്യം അനൂപ് വൈക്കം, ബ്ലസ് യു ബ്രദർ. 2 ഗിരീഷ് കുമാർ, 3 ഷൈല ചന്ദ്രൻ, 4 അജിത വിശ്വനാഥൻ, 5 ഉഷ നന്ദിനി. എല്ലാവർക്കും. അപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന പൊന്നമ്മ ഹരിദാസ് സിസ്റ്റർ കാണുന്നു, രേഷ്മ മദനനെ കാണുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുന്ന 3 പേരുണ്ട്. ഒന്ന് 15ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഐസക് സാം ബെന്നി, ഡെൻവർ USA. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. നല്ലൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട്. ഇന്നലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ തുമ്മലിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ കേട്ടോ. ഓക്കെ, സ്തോത്രം. ഇന്ന് 15ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഐസക് സാം ബെന്നി, ഡെൻവർ. മോനെ, എനിക്ക് ദിവസങ്ങളിൽ ചെറുപ്പക്കാരെയെല്ലാം കാണുമ്പോൾ അവരുടെ തല കൈവെക്കണം തോന്നുക. ചെറുപ്പക്കാരെ എടുത്ത് ഉപയോഗിക്കാൻ പോവാണ് ഒരു യുവ ഉണർവ്. യേശു 30 വയസ്സുകാരനാണെങ്കിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ 20s ടീൻസും ഒക്കെ ആയിരുന്നു ഈ ശിഷ്യന്മാർ. അവരെല്ലാം കൂടെ അന്നത്തെ ലോകത്തെ കുലുക്കി. തങ്കുബ്രദറും ഞാനും ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം 30s ആയിരുന്നു, ഏർലി 30s. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ കാണുന്ന ഡയോസിസ് പാസ്റ്റേഴ്സ് എല്ലാം 20s ടീനേജേഴ്സൊക്കെ ആയിരുന്നു. അവരൊക്കെ ഇന്ന് ലോകത്തിൽ കുലുക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ കൊച്ചു പിള്ളേർ സെറ്റെന്ന് പറയല്ലേ. ഞാനും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. പിള്ളേർ സെറ്റൊന്നുമല്ല. യൂത്തിനെ ഞാൻ ഐസക് സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളോട് ഞാനൊരു കാര്യം പറയാം. പഠിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാതാപിതാക്കളോടൊരു കാര്യം പറയാം. നിങ്ങൾ പഠിക്കുന്ന കാര്യം പഠിക്കണം. പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജോലി കിട്ടണം, ഇന്നടത്ത് പോയി പഠിക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് രണ്ടാമത്തെ കാര്യമായിരിക്കും. ഞങ്ങൾ കൃപയാൽ ഈ നാട്ടിലെ ഒരുവിധം ഏറ്റവും സാമ്പത്തിക സമ്പന്നതയുള്ളൊരു വീട്ടിലാണ് പറഞ്ഞു. നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ പണവും വിദ്യാഭ്യാസവും സമൂഹത്തിലെ സ്ഥാനവും കുടുംബശ്രേഷ്ഠതയൊക്കെ വലുതെന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ മൂല്യ നിർണയത്തിൽ, നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ അതിനൊക്കെ ഏറ്റവും വലിപ്പം നമ്മൾ കൊടുക്കുന്നു. എൻ്റെ ഒരു അനുഭവം പറയാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട്, വർഷങ്ങൾക്ക് മുമ്പ് വെച്ച വീടായത്. ഒരു സമാധാനമില്ല. അതിൻ്റെ അർത്ഥം വലിയ വീട് വേണ്ടെന്നാണോ? അല്ല. ചിലത് പറഞ്ഞേച്ച് പൈസയും വേണ്ട, വീടും വേണ്ട, അങ്ങനെയല്ല. സ്വത്രം നല്ല വീടുകൾ നിർമ്മിച്ച് അതിൽ പണിയുമെന്നല്ലേ ന്യായപ്രമാണത്തിൽ കൊടുത്ത അനുഗ്രഹം. അത് അവർക്ക് കിട്ടിയില്ല. ക്രിസ്തു നിമിത്തം നിങ്ങൾക്കും എനിക്കും കിട്ടും. വീടുകൾ ലഭിക്കട്ടെ, സാമ്പത്തിക നന്മയുണ്ടാകട്ടെ. പക്ഷേ കൊട്ടാര സദൃശ്യമായ നരകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഇത്. എന്നാൽ യേശുവുള്ള, തമ്മിൽ സ്നേഹമുള്ള, സ്വർഗതുല്യമായ കുടിലുകൾ ഞാൻ കണ്ടു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ കർത്താവിൻ്റെ വഴി നിന്നാൽ എന്നും കുടിലിൽ കിടക്കത്തില്ല. അവസ്ഥ മാറും, സാമ്പത്തിക അവസ്ഥ മാറും. ഞാൻ എല്ലാവരുടെയും കാര്യം പറയാം. ദൈവവേലയിൽ കൊടുക്കണം. 10-1 മാറ്റിവെച്ച് സ്തോത്രകാഴ്ച കൂടാതെ. ദശാംശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുതിയ ഉടമ്പടിയിൽ അതൊന്നും അല്ല. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കാൻ പറയുന്നു.
അതുപോലെ എന്തോ പറയുന്നത്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയൊക്കെ നീതിയെ കവിയട്ടെ. അവർ 10 ജീരകം കിട്ടിയ ജീരകത്തിൻ്റെ 10 എണ്ണി ഒരെണ്ണം കൊണ്ട് ആലയത്തിൽ കൊടുക്കും. അപ്പോൾ അതിനെ കവിയട്ടെ. നിർബന്ധത്താൽ അരുത്, ഉന്മേഷത്തോടെ ദൈവവേലയിൽ കൊടുക്കാൻ. അത് ദൈവസഭയ്ക്ക് കൊടുക്കണം. കഷ്ടപ്പെടുന്ന സഭയിലെ വ്യക്തികളെ അന്നത്തെ ആദിമസഭ സഹായിച്ചു. അങ്ങനെ സഭ ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിച്ച് ചെയ്യുന്ന, ഇപ്പോൾ നമ്മുടെ റീച്ച് വേൾഡ് വൈഡിലൂടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അത് ഒരു സഭയിലൊരു കാര്യം വന്നാൽ ആ സഭ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് ചെയ്യാം. എന്നാൽ നമ്മൾ സുവിശേഷത്തിൽ കൊടുക്കുന്നത് അത് മറ്റതിനു വേണ്ടി പിടിക്കാതെ നമ്മൾ ദൈവവേലയിൽ കൊടുക്കണം. എൻ്റെ നാമനിമിത്തമോ സുവിശേഷ നിമിത്തമോ കൊടുത്താൽ 100 മടങ്ങ് ലഭിക്കുമെന്ന് പറഞ്ഞാൽ ലഭിച്ചിരിക്കും. അതിനൊരു സംശയം വേണ്ട. ഇന്നിപ്പോൾ ഈ 2 നമ്മുടെ ഹെവൻലി ഫീസ്, ഒരു ഹെവൻലി സഭ സൗദി ചർച്ചും കഞ്ഞിക്കുഴി ഒരു വെൽവിഷറിനെ ഇന്നലെ ഞാൻ കണ്ടു. വെൽവിഷറിന് പേര് പറയാൻ ഇഷ്ടമില്ല. സ്ഥിരം നമ്മുടെ ഒരു സ്പോൺസറാണ്. ഇന്ന് എൻ്റെ 16ാമത്തെ ബർത്ത്ഡേ പ്രമാണിച്ച് ശനിയാഴ്ചയായിരുന്നു. ഹെവൻലി ഫീസ് ചർച്ച് സൗദി, സജി ബ്രദറും കൂടെയുള്ള സൗകര്യങ്ങളും ചേർന്ന് ഇന്ന് സ്പോൺസർ ചെയ്യുന്നു. എ വെൽവിഷർ കഞ്ഞിക്കുഴി കോട്ടയം. നിങ്ങളെ ആ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സൗദി ചർച്ചിനെ അനുഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാരുടെ മേലുള്ള അഭിഷേകത്തെക്കുറിച്ചാണ്. ഐസക് സാം ബെന്നി ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പൗലൂസ് ആദ്യമായിട്ട് കണ്ട വിശ്വാസികളോട് ചോദിച്ചത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിനും ദൈവവചനത്തിനും ആത്മീയതയ്ക്കും ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തേ അവരൊന്നിനും കുറവ് വരത്തില്ല. പണമാണ് ഏറ്റവും വലുത്, നമ്മളുടെ തലയിൽ കയറരുത്. വെളിയിൽ പോകുന്നതാണ്, വിദ്യാഭ്യാസം നേടുന്നതാണ് ഏറ്റവും വലുത്. അത് വലുതാണ്. ഇന്നത്തെ കാലത്ത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കുടുംബജീവിതം, വീട്, ആത്മീക നിറവ്, ദൈവമായിട്ടുള്ള ബന്ധം, ഇത് ശരിയാകുമ്പോൾ തന്നെ സാമ്പത്തിക നന്മ വരും. അല്ലാതെയും സാമ്പത്തിക ഒത്തിരി ഉണ്ടാകും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അത് ഒരു അനുഗ്രഹത്തോടെ സമാധാനത്തോടെ കഴിക്കാനും കൂടെ ഇടവരണ്ടേ. ഇപ്പം മരണാനന്തര ജീവിത പ്രത്യാശയില്ലാത്ത ഒരാൾക്കൂടെ എന്നാ ഉണ്ടാക്കിയാലും എല്ലാം ഇട്ടേച്ച് പോയാലും ഫീൽ ചെയ്യും. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവം വരുന്നു. എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ ദൈവം പോവുക എന്നുള്ളൊരു ഉറപ്പ് കിട്ടും. അപ്പോൾ അവന് കർത്താവ്, ആത്മീയത, അഭിഷേകം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസങ്ങളിൽ ചെറുപ്പക്കാരെ കർത്താവ് അതിശക്തമായിട്ട് ഉണർത്താൻ പോവാണ്. മാതാപിതാക്കൾ വേണം അവർക്ക് ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ. കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഐസക് സാം ബെന്നി മോൻ്റെ 15th ബർത്ത്ഡേയിൽ ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് അഭിഷിക്തനായി മാറട്ടെ. ഇവിടെ പഠിക്കാൻ പോയാലും കർത്താവിനാൽ അയക്കപ്പെട്ടവനെന്ന നിലയിൽ പോകട്ടെ, അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഹെവൻലി ഫീസ് ചർച്ച് സൗദി സജി ബ്രദറിനെയും അവിടുത്തെ എല്ലാ സഹോദരങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുന്നു. വെൽവിഷർ കഞ്ഞിക്കുഴിയിലെ പ്രിയ ഞങ്ങളുടെ സഹോദരൻ അടിയാൻ അറിയാം, പക്ഷെ താൻ പേര് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ആ കുടുംബത്തിൽ പ്രിയ സഹോദരി, കുഞ്ഞുങ്ങൾ, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിറവുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. സുവിശേഷത്തിന് വേണ്ടി തീക്ഷ്ണമായി നിൽക്കുന്ന ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ സമയം ഏകദേശം തീരുകയാണെങ്കിൽ 1-2 വാക്യം മാത്രം ഞാനൊന്ന് വായിച്ചിട്ട്, വളരെ പരിചിതമായ വാക്യമാണ്. ഇതേ കാര്യം കർത്താവിനെ വെച്ചാൽ നാളെയൊക്കെ തുടരും. ദൈവജനം ഐകമത്യപ്പെടുമ്പോൾ ലോക ഉണർവ് ഉണ്ടാവും. ദൈവജനം ഐകമത്യപ്പെടും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ അതിൻ്റെ ഒരു കീ വേഴ്സ് എന്ന് പറയുന്നത് തന്നെ, ഒരു കീ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തന്നെ അവരൊരുമിച്ചു. ഒരു വാക്യം പറയാം. അപ്പോസ്തല പ്രവൃത്തി 2:14. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. എപ്പോൾ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു പന്നൊക്കെയാണ്. അപ്പോസ്തല 2:1. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഇംഗ്ലീഷിൽ they were in one accord, ഒരു മനസ്സോടെ ഒരേ ചിന്താഗതിയിൽ കൂടിയിരുന്നു എന്നാണ്. എന്ത് സംഭവിച്ചു?
പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി പെട്ടെന്ന്. അപ്പം അവരെ ഒരുമിക്കാനാണ് ടൈം എടുത്തത്. ഇറ്റ് ടുക്ക് 40 days so that Jesus could gather them all. അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടുവാനായി 40 ദിവസം എടുത്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പറഞ്ഞ പോലെ. ഇത് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ളതാകാം. ഇത് കേട്ട കാര്യമല്ല, പ്രസംഗമല്ല. ഞാനിവിടെ ഈ ദിവസങ്ങളിൽ ഞാൻ എബ്രായ ലേഖനം പഠിപ്പിച്ചായിരുന്നു. അങ്ങനെ ഒരു ടീച്ചിങ് അല്ല. എൻ്റെ അകം കത്തുകയാണ്. ഒരു ലോക ഉണർവ് നടക്കാൻ പോകുന്നു. ആർക്കും തടയാൻ കഴിയാത്തൊരു ലോക ഉണർവ് നടക്കാൻ പോകുന്നു. നിങ്ങളിന്ന് അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായം ഇത് കഴിഞ്ഞാണേലും ഒന്ന് വായിക്കണേ. ആക്ട്സ് ചാപ്റ്റർ 2. നമ്മൾ ലോക ഉണർവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ വ്യാഴാഴ്ച ഓർപ്പിച്ച കാര്യം, നമ്മുടെ വീടുകളിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഭാഗങ്ങളും തങ്കുബ്രദർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫും ഒന്നായി ഒരേ ആത്മാവിൽ നിന്നാൽ നടക്കാത്ത കാര്യമില്ല. പുരുഷന്റെ അകത്ത് തന്നെ സ്ത്രീ, ആദമും ഹവ്വയും ഒന്നായിരുന്നു. പിന്നീടാണല്ലോ അസ്ഥി വേർപിരിച്ചത്. ആ ഒന്നായിരുന്നപ്പോഴാണ് സകലത്തെ വാഴുക എന്നുള്ള അധികാരം മനുഷ്യന് കൊടുത്തത്. അവരൊന്നിച്ച് വീണ്ടും അവർ മേലാലവർ 2 1 വിവാഹത്തിൽ അവരെ ഒന്നിപ്പിക്കുകയാണ്. കൈ കൊടുക്കാം, ഉഭയസമ്മതം പറയാം, അല്ലെ മോതിരം ഇടാം, വിവിധ രീതിയിൽ. പക്ഷെ ക്രിസ്തുവിൽ ഒന്നായി അവർ നിന്ന് പ്രാർത്ഥിച്ചാൽ, ഇനി ഒരു പുതിയ കുടുംബം എന്നെ കേൾക്കുന്നിരിക്കട്ടെ, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, ജോലിയില്ല, നിങ്ങൾ രണ്ടും കൂടെ കൈ കോർക്കണം. അല്ലാതെ അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയാൽ അനുഗ്രഹത്തിന് പകരം പ്രശ്നമേ വരത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന കുറച്ചുകൂടെ എൽഡർലി ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തെ ചൊല്ലി ഈ ദിവസങ്ങളിൽ വഴക്ക് അലോഹ്യമാണ്. എൻ്റെ ഈ വാക്ക് കേട്ട് നമുക്കിനി അലോഹ്യം വേണ്ടത്. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞല്ലോ, നമുക്കൊന്ന് കൈ കോർക്കാമെന്ന് പറഞ്ഞ്, കർത്താവേ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഒരു വഴി കാണിച്ചാൽ നിന്നൊന്ന് കൈ കോർക്കാവോ, ആ വഴക്ക് അവിടെ നിർത്താവോ. അവിടെ അഗ്നി ഇറങ്ങും, അവിടെ കാറ്റടിക്കും, അവിടെ ദൈവ വഴി തുറക്കും. ഈ ഗലീലക്കാർ നോക്കിയാൽ എന്തെങ്കിലും ഉണർവ് നടത്താൻ പറ്റും. ഹെവൻലി ഫീസ്റ്റുകാർ നോക്കിയാൽ ഉണർവ് വരുമോ? ഇന്ത്യയിലെ സഭക്കാരെല്ലാം കൂടെ കൂടി നോക്കിയാൽ ഞങ്ങളൊരു ഉണർവ് കൊണ്ടുവന്നതാണ്. ഒരുമിച്ചൊന്ന് നിന്നേ. ഒരു തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ദൈവം കൃപ തന്നില്ല. ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലും കൃപയാൽ ദൈവം അങ്ങനെ നടത്തി. ഞാനും നീനായും തങ്കു ബ്രദറും അനി സിസ്റ്ററും ഞങ്ങളുടെ ഫാമിലീസ്, ബെന്നി ബ്രദർ, ഞങ്ങളെല്ലാം ഒറ്റ ആത്മാവിൽ. കൊടുങ്കാറ്റുകൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. നിന്നതല്ല കർത്താവ് നിർത്തിയതാ. ദൈവദാസം പാടിയ പോലെ, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാ. പക്ഷെ ഐക്യത. ഹെവൻലി പീസിലെ എൻ്റെ സൗകര്യസ്വരന്മാരെ, നമുക്കൊന്ന് അത് പരസ്പരം ഒരു കീഴ്പ്പെടൽ ഉള്ളിടത്ത് ഒന്നിക്കാനും. അപ്പം അങ്ങനെ ഒന്നിക്കുന്നിടത്താണ് മിറക്കിൾ സംഭവിക്കുന്നത്. ഇന്നലെ ഒരു അത്ഭുത സാക്ഷ്യം. കേരളത്തിൽ തന്നെ ഒരു വലിയ നേതാവ് ഇന്നലെ കോട്ടയത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞു. ഒരു സംഘടനയുടെ കേരളത്തിലെ മെയിൻ നേതാവ് കോവിഡ് വന്ന് തൻ്റെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നിലച്ച്, ഇന്ന് അദ്ദേഹം എല്ലായിടത്തും രാഷ്ട്രീയ മീറ്റിങ്ങുകളിലും തന്നെ യേശു നോക്കിയാക്കിയെന്ന് പറയും. നിലച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഇത് തിരിച്ചെടുക്കാനൊക്കത്തില്ല, മണിക്കൂറുകൾക്കകം മരിക്കുമെന്ന് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മോൻ തങ്കുബ്രദറിനെ വിളിച്ചു. ഫോൺ അദ്ദേഹത്തിൻ്റെ ചെവി കൊടുത്തെന്ന് എൻ്റെ ഓർമ്മ. കോട്ടയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു പുതിയ ലങ്സ് സൃഷ്ടിക്കപ്പെടട്ടെ. അങ്ങനെയൊന്ന് ചുമ്മാക്ക് വാവുകൊണ്ട് വിളിച്ചു പറയല്ലേ. പുതിയ ലങ്സ് സൃഷ്ടിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിയിൽ വിശ്വസിക്കാനൊക്കുന്നൊരു കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഇന്നലെ ആയിരങ്ങളെ സാക്ഷി നിർത്തി കതറുമൊക്കെ ഇട്ട് നമ്മുടെ സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞു. അന്ന് തങ്കു ബ്രദർ പ്രാർത്ഥിച്ചു. എനിക്കും ബുദ്ധിയിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ തങ്കു ബ്രദർ പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്യണം. പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഇതിനെ സ്കാൻ ചെയ്യുന്നു. പക്ഷെ എന്തോ ഒരു മാറ്റം. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ തനിക്ക് പുതിയ ലങ്സ്
ഞാനത് കേട്ടപ്പോൾ തങ്കു ബ്രദറിനെയും ഇനി എല്ലാ ദൈവദാസന്മാരെയും ഹോൾ ചർച്ചിനെയും എല്ലാ സഭകളെയും ഹീലിങ്ങിൽ ഈ ലെവലിലേക്ക് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ തങ്കു ബ്രദറിൻ്റെ മേത്ത് അദ്ദേഹം അറിയാതെ ഒന്ന് കൈവച്ച് സ്വത്തം ഈ ദൈവദാസനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നിപ്പം അദ്ദേഹം ഫ്ലൈറ്റിലാണ്, ദുബായ് ചെന്നിറങ്ങിക്കാണും. കാനഡയിലെ മീറ്റിംഗ് 22, 23, 24. അവിടുത്തെ കുഞ്ഞുങ്ങൾ മുഴുവൻ എന്നെ കേൾക്കുന്ന കാനഡയിൽ യൂത്ത് കോൺക്ലേവിന് പങ്കെടുക്കുന്ന മക്കളോട് ഞാൻ പറയാം, നിങ്ങൾ പവർഫുള്ളായി ഉപയോഗിക്കപ്പെടാം. ഇന്നലെ സൺഡേ രാവിലത്തെ ശുശ്രൂഷയിൽ സാധാരണ ബെന്നും നമ്മുടെ അതുപോലെ ബെന്നി ബ്രദറിൻ്റെ മോൻ ഒക്കെയാണല്ലോ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാരാണ്. ഇന്നലെ അതിൽ വചന ശുശ്രൂഷിച്ച് ഞാൻ പോയി. അതിനു മുമ്പ് അവരെല്ലാവരും കൂടെ ജുബിന്, ബെന്ന്, ജോസിൽ അവരെല്ലാം കൂടെ രോഗികൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ എത്ര ഹീലിംഗ് സൗണ്ടായി. നിങ്ങൾക്ക് പിന്നീട് അത് നെറ്റിൽ കിട്ടും. ഞാനിപ്പം മനഃപൂർവ്വം അവിടെ പോയി പ്രാർത്ഥിക്കുകയോ കൽപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ സൈഡിൽ തന്നെ നിന്ന്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കയ്യാൽ നടക്കട്ടെ. അവർ കുഞ്ഞുങ്ങളല്ല, അവർ 20s, ടീൻസും യേശുവും കൂടെയുള്ള ശിഷ്യന്മാരും ആ പ്രായത്തിലാണ് ഹീലിങ്സ് ചെയ്ത്. ഹീലിങ്ങുകൾ നടക്കണം, മിറക്കിളുകൾ നടക്കണം, ഭൂതങ്ങൾ വിട്ടുപോകണം. 2 കാര്യത്തിന് വേണ്ടി. 1, ആ വ്യക്തിക്ക് വിടുതലാകാൻ. 2, അത്ഭുതങ്ങളാലും അടയാളങ്ങളുമേ യേശു ഉയർത്തുന്നതായിട്ട് ജീവിക്കുന്നു എന്ന് ലോകത്ത് അങ്ങനെയാ കർത്താവ് അതിനെ അറ്റസ്റ്റ് ചെയ്യുന്നത്. കർത്താവ് അങ്ങനെയാ ചെയ്യുന്നത്. അവരുടെ കയ്യാൽ നടന്ന അടയാളങ്ങളാൽ അവർ പറഞ്ഞ വചനത്തെ ഉറപ്പിച്ചു. വചനം ഉറയ്ക്കട്ടെ. ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മിറക്കിൾ. അപ്പോൾ ഇന്നലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം എല്ലായിടത്തും പോയി പറയുക, യേശു എന്നെ സൗഖ്യമാക്കി. തങ്കു ബ്രദറാ പ്രാർത്ഥി. തങ്കു ബ്രദർ കഴിഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞു, ഞാനല്ല സൗഖ്യമാക്കിയത്, യേശുവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ നാമത്തിന് മുഴുമഹത്വം കൊടുത്തു. എല്ലാവരും ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചു. ഇന്ന് തങ്കു ബ്രദർ നാളെ കാനഡയിലേക്ക് പോകുമ്പോൾ, തങ്കു ബ്രദറെ, കാനഡയിലെ എൻ്റെ സഹോദരീസഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഒരു വലിയ ഹീലിംഗ് അനോയിൻറ്റിങ്ങിന് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. കാനഡയിലുടനീളം എനിക്കൊരു പ്രോഫസി വരുന്നു. റേഖോലാബ ഷത്തുരാബ. തങ്കു ബ്രദറെ, റംദലബ ഷപ്രബാല, കാനഡയിലായിരിക്കുന്ന ജെബി ബ്രദറെ, റോഖോലോബോ ഷപ്രബാല ഹത്തുരാബ, അഡ്വക്കേറ്റ് ബിനോയ് ബ്രദറെ, മനു ബ്രദറെ, ലോർഡിൻ്റെ യൂത്ത് ലീഡേഴ്സായ സഹോദരന്മാരെ, അഖിൽ, അപ്പു, റോഖോലോറബ, അരുൺ, ഓരോരുത്തരും സ്തോത്രം. ജോഷി ബ്രദർ, ഓരോരുത്തരോടും എനിക്ക് അതുപോലെ സ്തോത്രം. അത് അമേരിക്കയിലുള്ളവരാണ്. കാനഡയിലുള്ള യൂത്ത് മുമ്പിൽ നിൽക്കുന്ന സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പേര് വിളിച്ച് ഓരോരുത്തരുടെയും പേര് ഞാൻ ചിലർക്ക് എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഞാൻ ആ കാര്യത്തിലേക്ക് വരട്ടെ. നിങ്ങൾ ടൈം സ്ക്വയറൊക്കെ പോലുള്ള സ്ഥലത്ത്, കാനഡയിലൊക്കെ പരസ്യ സ്ഥലത്ത് ഹീലിംഗ് ചെയ്യുന്നവരുടെ ഒരു ഹീലിംഗ് റിവൈവലിലേക്ക് ഷോറാമാന, ഹത്തുരാജന, അസ്യാന്തര ഉണർവിനെ നടത്തുകയാണ്. ജീസസ്. അമേരിക്കയിൽ യൂത്തിൻ്റെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട ഉണർവ്, ആ കാനഡയിൽ ചലിക്കുന്ന ഉണർവ്, അത് കത്തി പടരുവാൻ പോകുകയാണ്. ഓരോ പോലെ വലിയ ഉന്നതന്മാർ പോലെ സൗഖ്യമാകും. നിങ്ങളെ വിളിച്ച് വമ്പന്മാരുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ. അതിനൊരു അടയാളമാണ് ഇന്നലെ ഇവിടെ വന്ന ആ സാക്ഷ്യം. ഈ സാക്ഷ്യം എത്ര നാളും കോവിഡ് കാലത്ത് 2020 or 2021 എന്നുണ്ടെങ്കിൽ ഇന്നലെ തങ്കു ബ്രദർ പോകുമ്പോൾ ഇത് വന്നതിൻ്റെ കാരണം ആ ഒരു അനോയിന്റിങ്, ആ ഒരു ദൈവപ്രവൃത്തി നാളുകളിൽ ചെയ്യാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആ തങ്കു ബ്രദറിൻ്റെ കൂടെ ഇരിക്കണമേ. വലിയ റിവൈവൽ സംഭവിക്കട്ടെ. റൂബാല ഖദരാജന. പക്ഷെ ഐക്യതയിലാണ് ഉണർവ് നടക്കുന്നത്. സഭ എപ്പോഴും പിശാച് ഭിന്നിപ്പിക്കാൻ നോക്കും. നമ്മളൊക്കെ കുറവുള്ളവരാന്നേ. ഇപ്പം തങ്കു ബ്രദർ എൻ്റെ നോക്കിയ ഒത്തിരി തങ്കു ബ്രദറിൻ്റെ രീതിയല്ല എൻ്റേത്. ഞാൻ നോക്കിയ അദ്ദേഹത്തിന് കുറവാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ആ കുറവ് നോക്കരുത്. ആ കുറവിനെ ഞാൻ വേണം മറച്ചു നിറയ്ക്കാൻ. എൻ്റെ സഹോദരൻ്റെ കുറവുള്ളിടത്ത് ഞാൻ കയറി നിൽക്കും. എനിക്ക് കുറവുള്ളിടത്ത് സഹോദരൻ കണ്ണും കയ്യും ഒക്കെ പോലെയാണ്. നമുക്ക് അടുത്ത ദിവസം ഐക്യതയുടെ കൂടുതൽ വചനങ്ങൾ കേൾക്കാം. തുടർന്ന് നമ്മൾ വായിക്കുന്നത് പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ച് സ്തോത്രം ഈ ഓടി വന്നവർ പറഞ്ഞ ഒരു സംഭ്രമിച്ച് അന്ന് ആകാശത്തിനുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോസ്തലർ 2:5. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്ന കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ? യെരൂശലേമിനെ മാത്രമല്ല കുലിക്കത്, ഐക്യതപ്പെട്ട ഗലീലക്കാർ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഗലീലക്കാർ. യേശു 40 ദിവസം കൊണ്ട് അവരെ ഒരുമിപ്പിച്ചു. ഈ കോവിഡിന് ശേഷം പാസ്റ്റേഴ്സിനെ, ദൈവജനത്തെ, സഭകളെ, ഒരു സഭയ്ക്കകത്ത് തന്നെ ഐക്യത. അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് തോണ്ട, നീയാണോ വലുത്, ഞാനാണോ വലുത്,
നീ അത് ചെയ്തില്ലേ, അതൊക്കെ പറയാൻ നമുക്കിനി നേരമില്ല. സാരമില്ല ബ്രദറെ, അല്ലെങ്കിൽ നമുക്കൊരു ക്ഷമ ചോദിക്കാം. ബ്രദറെ ഞാനാ പറഞ്ഞ ബ്രദറിന് ബുദ്ധിമുട്ടായെങ്കിൽ എന്നോട് സോറി. ദിവസങ്ങൾ തങ്കു ബ്രദർ ചില സ്ഥലത്തൊക്കെ അതുപോലെ സോരന്മാരെ ഞാനാ പറഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമെന്നെങ്കിൽ സോറി, ഞാനും പറയുകയാണ്. നമുക്കൊന്ന് ഒന്നിച്ച് നിൽക്കാം, നമ്മുടെ വീടുകളിൽ നമുക്കൊന്ന് ഒന്നിച്ച് നിൽക്കാം. ഇന്ന് ആ ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് കൈ കോർത്തേ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ഏത് സഭയിലായിക്കോട്ടെ, അവിടുത്തെ ദൈവദാസനെ വേദനിപ്പിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് വിട്ടേ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹമായിരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, ഒരു സംശയവും വേണ്ട. വലിയ മിറക്കിൾസ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കോവിഡ് കാലത്ത് സ്വത്രം ടിജോ പാസ്റ്റർ, രാജേഷ് പാസ്റ്റർ, ജോഷി പാസ്റ്ററാണ് അതിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്തത്. ഫിന്നി സ്റ്റീഫൻ ബ്രദർ, ജോൺസൺ പാസ്റ്റർ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ഡാമിയൻ പാസ്റ്റർ എല്ലാം ഇപ്പോഴും തുടരുകയാണ്. കൂടാതെ ചാണ്ടി പാസ്റ്റർ നേതൃത്വത്തിൽ അന്ന് ആരംഭിച്ചൊരു സൂം, അത് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഡൽഹി പോയി ദൈവദാസന്മാർ ഒന്നിക്കുകയാണ്. നമുക്ക് സഭകളുടെ പേര് പറഞ്ഞ് അതുപോലെ അവനിട്ട ഷർട്ടിൻ്റെ കളർ ഇതൊന്നും നമുക്ക് നോക്കാം. പക്ഷെ ഒരേ ആളും ജനിച്ചിരിക്കുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. ഒന്നിച്ച് കൈകൾ കോർക്കാം. ഭാരതം രക്ഷിക്കപ്പെടട്ടെ, ഇന്ത്യ ദൈവശബ്ദം കേൾക്കട്ടെ. സുവിശേഷം നമുക്ക് ആരെങ്കിലും പീഡനം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ വിടുതലാകട്ടെ. നമുക്ക് കൈ കോർക്കാം. ഹെവൻലി ഫീസ്റ്റ് നമുക്ക് കൈ കോർക്കാം. DP-മാർ, ലോക്കൽ ശുശ്രൂഷകർ, ഓരോന്ന് പറഞ്ഞ് ഞാനോ നീ ഒന്നും നമ്മുടെ കുറവായാൽ നമ്മുടെ ഇടയിൽ അങ്ങനൊന്നും ഇല്ലാത്തതിനാണ് ഞാൻ കർത്താവിന്. പക്ഷെ എന്തെങ്കിലും മനുഷ്യരല്ലേ, നമുക്ക് പരസ്പരം താഴാം, കൈകോർക്കാം. വലിയ മൈറ്റി റിവൈവലുണ്ടാകട്ടെ. അതെ, ഗലീലക്കാർ ഒരുമിച്ചു, യെരുശലേം ഇളകി ലോകവും. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം. ഇന്ന് ചില ഭവനങ്ങളിൽ അസ്വസ്ഥതയുള്ള വീടുകൾ എന്നെ കേട്ടല്ലോ കർത്താവെ. ഭാര്യയും ഭർത്താവും ചില ദിവസങ്ങളായി അതും ഇതൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടായെടുത്ത് അവരിന്ന് കൈ കോർക്കുമ്പോൾ റിയാലമാനഷന്തർ ഒരു മോളുടെ വിവാഹം സംബന്ധിച്ച കാര്യത്തിൽ അപ്പനും അമ്മയെല്ലാം കൂടെ പറഞ്ഞ് പ്രതിസന്ധി ഉണ്ടായി. വിവാഹം വളരെ അടുത്താണ് വന്നിരിക്കുന്നത്. പക്ഷെ വലിയൊരു ചോദ്യചിഹ്നത്തിലായ ആരോ എന്നെ കേൾക്കുന്നത്. പിശാചാണ് വീട് കലക്കുന്നത്. സഭ ഭിന്നിപ്പിച്ചാലേ സഭയുടെ ശക്തി കെടുത്താനൊക്കത്തു. പിശാചിൻ്റെ അവന് ഭയങ്കര ഐക്യത. പിശാചിൻ്റെ രാജ്യം ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് യേശു പറഞ്ഞു. അവനൊരു ഭരണ സംവിധാനം. അവൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ദൈവരാജ്യത്തെ ഭിന്നിപ്പിക്കുക. ദൈവരാജ്യത്തിൻ്റെ ഐക്യതയാണ് അതിൻ്റെ ശക്തി. ഒറ്റ ആത്മാവിൽ സ്നേഹത്തിൽ കർത്താവെ വീടിനകത്ത് ദൈവരാജ്യം വ്യാപരിക്കട്ടെ. കുഞ്ഞിൻ്റെ മോളുടെ വിവാഹ കാര്യത്തിൽ അത്ഭുതപ്പെടലുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരൊക്കെ ഒന്നിച്ചു കൂടണം. സഭയിലെ പ്രധാന ശുശ്രൂഷകന്മാരും കൂടെയുള്ള കൂട്ടു ശുശ്രൂഷകരും ഒന്നിച്ചു കൂടണം. എല്ലാ തിങ്കളാഴ്ചയും ഹെവൻലി ഫീസ്റ്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ സൂമിലാണ്, ഇന്ന് വൈകിട്ടുമുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് ചില ദൈവമക്കളുമായിട്ട് ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഉച്ച കഴിഞ്ഞ് റബലബ ഒരു കൂട്ടത്തിലെ സഹോദരന്മാർ, ദൈവദാസന്മാർ ഒന്നിച്ചു കൂടുക. ഇന്ന് ശുശ്രൂഷകർ ഒന്നിച്ചു കൂടണം. അപ്പോസ്തലപ്രവൃത്തി 15 സ്തോത്രം, അന്ത്യോക്യ സഭയിലെ ശുശ്രൂഷകർ ഒന്നിച്ചുകൂടി ഉപവസിച്ചു. അത് അടുത്ത ഉണർവായി ലോകത്തെ തൊട്ടു. ഒന്നിച്ചുകൂടണം. സൂം പ്ലാറ്റ്ഫോം കർത്താവ് തുറന്നത് ഒരു ഉണർവിന് വേണ്ടി, ഒന്നിച്ചുകൂടാൻ വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ മീറ്റിംഗ് ഞാൻ ഉച്ച കഴിഞ്ഞൊരു കുറച്ച് ദൈവദാസന്മാർ അവരുടെ കൂടെയുള്ള ദൈവമക്കൾ ശുശ്രൂഷിക്കുന്നവർ ഒന്നിച്ചു കൂടുക. എൻ്റെ അനുഭവമൊക്കെ എന്ന് പറയണം. കുറച്ച് പേര് നിങ്ങളൊന്ന് എന്നെ കൈനീട്ടി അനുഗ്രഹിച്ചു വിട്ടെ. കർത്താവ് അവിടെ പോകുമ്പോൾ വലിയ ഉണർവുണ്ടാകട്ടെ. ഇന്ന് വൈകിട്ടത്തെ ശുശ്രൂഷ മീറ്റിങ്ങിൽ അതുപോലെ 9:30 നമുക്ക് MLV ചർച്ച് ഇപ്പോൾ തുടങ്ങിയിട്ട് മാസങ്ങളായി. കർത്താവിൻ്റെ വരവരെയാണ് രാത്രിയിൽ അന്യഭാഷയിൽ ഒന്നിച്ച് പ്രാർത്ഥന. വലിയ ഉണർവാണ് സൂമിൽ. അതെല്ലാം അനുഗ്രഹമാകട്ടെ കർത്താവ്. ഇതിനകത്ത് കേൾക്കുന്ന എല്ലാ വീടുകളും അനുഗ്രഹിക്കപ്പെട്ടു. ഇന്നലെ ആ പുതിയ ലങ്സ് സൃഷ്ടിക്കപ്പെട്ട നേതാവിന് കൊടുത്തതുപോലുള്ള ഹീലിംഗ് ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ബ്ലീഡിങ്ങുകൾ വിട്ടുമാറട്ടെ, രക്തസ്രവങ്ങൾ വിട്ടുമാറട്ടെ. ബ്ലീഡിങ് പല തരത്തിലുള്ള ബ്ലീഡിങ് ആകാം. യേശുവിൻ്റെ നാമത്തിൽ തലവേദനകൾ വിട്ടുമാറട്ടെ, പനികൾ, അസ്വസ്ഥതകൾ, പ്രഷറുകൾ, ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഇന്നലെ ഒരു മോളുടെ മാതാവും പിതാവും എന്നെ വിളിച്ചു. മോക്ക് 2 ആഴ്ച മുമ്പ് ബ്ലഡ് ക്യാൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അവർ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു. നമുക്കൊന്ന് കര ഉയർത്താൻ. കർത്താവെ അത്ഭുതപ്പെടലാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ
ഒരു കുടുംബത്തിൻ്റെ വിവാഹ സംബന്ധമായ കാര്യങ്ങളുടെ ടെൻഷൻ കാണിച്ചല്ലോ, വിടുതലാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ മേഖലയിലും സഭകളിൽ ഒരു വലിയ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ. എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാനാണ് വരട്ടെ. പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നാളെ അണ്ടർ ദ വിങ്സിൽ കൂടുന്നവരെ ഒന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ നാളെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു അത്ഭുത സാക്ഷ്യമൊക്കെ ആയിട്ട് അണ്ടർ ദ വിങ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ചില നല്ല കാര്യങ്ങളൊക്കെ ഇന്ന് എനിക്ക് പങ്കെടുക്കാനുണ്ട്. പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് വിന്നർ ചേംബറിൽ നമുക്ക് കർത്താവിൻ്റെ ദാസൻ തങ്കുപറിനോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം. നാളെ രാവിലെ റൈസ് ആൻഡ് ഷൈനിൽ അത്ഭുത സാക്ഷ്യമുണ്ടായിരിക്കും. നാളെ ഈ സമയത്ത് വീണ്ടും കാണാം. വി ബ്ലസ് യു ഇൻ ജീസസ് നെയിം. Welcome to Overflowing Blessings 2023. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കല്ലറയെ പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന അതേ യേശു വീണ് പോകത്തില്ല, തകർന്നു പോകത്തില്ല. Jesus, ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്നവൻ. 2000 വർഷം മുമ്പ് He will lead you to stillness. എന്തെല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരുന്നോ അവിടെ നിന്ന് വഴി നടക്കും. He is going to lead you. അവൻ നിന്നെ നടത്തും.